ഹലോ, നമ്മുടെ പശുവിനെ കുത്തിവെക്കാൻ പോവാണ് കേട്ടോ. പശുവല്ല, നമ്മുടെ കിടാവിനെയാണ് ഇന്ന് കുത്തിവെക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് നമ്മൾ വളർത്തുന്ന പശുക്കിടാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അമ്മ HF-ഉം അച്ഛൻ അതുപോലെ ഗിറുമായിരുന്നു. അപ്പോൾ HF-ന്റെ സെമൻ തന്നെയാണ് കുത്തിവെച്ചത്. കുത്തിവെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസമിനേറ്റർക്ക് ഒരു കൗതുകം, കയ്യിലുണ്ടായിരുന്ന ഒരു ഗിർ സെമൻ ഉണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് അടിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചാണ്. പക്ഷെ കൺസീവ് ആയത് ഗിറായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗിറിന്റെ പശുക്കുട്ടിയാണ് കിട്ടിയത്. പക്ഷെ നമ്മളെ സൂപ്പറായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 16 മാസമായപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻസമിനേഷൻ ചെയ്തു. അത് നമ്മളൊരു ജേഴ്സി സെമൻ വെച്ചിട്ടാണ് ചെയ്തത്. അത് പക്ഷേ കൺസീവ് ആയില്ല. അന്ന് വലിയ ഹീറ്റൊന്നും ഇല്ലായിരുന്നു, ചാട്ടോ ബഹളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ ഹീറ്റ് നല്ല ബഹളമൊക്കെ കാണിച്ചു. ഇന്നലെയൊക്കെ ഭയങ്കര മേടായിരുന്നു കേട്ടോ. അപ്പുറം ഇപ്പുറം നിന്ന പശുവിന്റെ അടുത്തും നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ തൊഴിക്കാൻ വരികയൊക്കെ ആയിരുന്നു. ആകെ ബഹളമായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത്, ഈ പ്രാവശ്യം HF-ന്റെ സെവനാണ് എടുത്തിരിക്കുന്നത്. HF-ൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്രിസ്പെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. മുമ്പ് നമുക്കിവിടെ ക്രിസ്പെല്ലോടെ ഒരു കുട്ടി ഇറങ്ങിയായിരുന്നു. അതും നിർഭാഗ്യവശാൽ മൂരിക്കുട്ടനായി പോയി. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു വളർത്തണമെന്ന്. അതുകൊണ്ട് ഞാൻ അവനെ 1 വയസ്സ് വരെ ഇവിടെ നിർത്തി. നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല സൂപ്പറായിട്ട് കയറി വന്നു, നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് പാലിന്റെ ഷോർട്ടേജ് കാരണം മുമ്പോട്ട് പോകാൻ പറ്റാതെ വന്നു. അപ്പൊ നമ്മൾ അവനെ കൊടുത്തിട്ട് ഒരു ഇടക്കറോ പശുവിനെ എടുത്തു. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ചുമന്ന പശു ഉണ്ടല്ലോ, അത് അവനെ കൊടുത്തിട്ടെടുത്താണ്. അങ്ങനെ നമ്മുടെ HF-ന്റെ സെമൻ കുത്തിവെക്കാൻ പോവാണ് ഇപ്രാവശ്യം പിടിക്കുമെന്നാണ് നമ്മുടെ ഇൻസമിനേറ്റർ ഉറപ്പ് പറയുന്നത്. പിടിച്ചാൽ മതിയായിരുന്നു ഈശ്വര. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം KLD ബോർഡിന്റെ ക്രിസ്പെല്ലോ എന്ന് പറയുന്ന HF-ന്റെ സെമനാണ് ഇൻസമിനേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഈ ഓരോ തവണ ഇൻസമിനേറ്റ് ചെയ്യുമ്പോഴും ആ ഇൻസമിനേഷൻ്റെ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഒരു ചെറിയ സെമൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ട്രോ, അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും കേട്ടോ. എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന കിടാവിൻ്റെ എല്ലാം സെമൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഓരോ തവണയും പിടിക്കാതെ വരുമ്പോൾ നമ്മൾ അതെല്ലാം എടുത്ത് കളയും കേട്ടോ. അത് കളഞ്ഞിട്ട് പിന്നെയും പുതിയത് സൂക്ഷിച്ചു വെക്കും. ഇപ്പൊ ഈ കിടാവിനെ കുത്തിവെച്ച സെമൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഗിർ സെമൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്താ വെച്ചാൽ ഈ ട്യൂബൊക്കെ എടുത്തിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ ക്രോം എടുത്തിട്ട് KLD ബോർഡിന്റെ സൈറ്റിൽ കയറുക, അല്ലെ NDDB ആണ് അതിന്റെ സൈറ്റിൽ കയറുക, ABS ആണ് അതിന്റെ സൈറ്റിൽ കയറുക. അങ്ങനെ കയറി നമുക്ക് നമ്മുടെ ബുള്ളിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഡാം സീൽഡും ഒക്കെ കാണാൻ പറ്റും. നമുക്കത് റിപ്പീറ്റ് ബ്രീഡിങ്ങും ഇൻബ്രീഡിങ്ങും ഒന്നും വരാതെയൊക്കെ നമുക്ക് അതും കൊണ്ട് അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ഗുണമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് ഇതാണ് നമ്മുടെ ബുള്ള്. അതിന്റെ താഴോട്ട് അതിന്റെ പേര് കാണിച്ചിട്ടുണ്ട്, ബുൾ നെയിം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഡാം സീൽഡ് കാണാൻ പറ്റും. 15,485. അങ്ങനെ ഒരു ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഫോട്ടോ ഇച്ചിരി ബോറാണെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ സൈറ്റിൽ കയറി അറിയാം കേട്ടോ.